മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നാലാം പ്രാവശ്യവും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ പ്രാവശ്യവും ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ച മാവേലിക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എനിക്ക് വിജയം നൽകുകയുണ്ടായി. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുന്ന 5 വർഷക്കാലം പ്രവർത്തിക്കും. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരും. അതോടൊപ്പം തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരായി ഉള്ള നിരന്തരമായ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കും. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് മാവേലിക്കര. തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലതും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷക്കാലം വളരെ അഗ്രസീവായി, വളരെ ഊർജ്ജസ്വലമായി തന്നെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി MP എന്ന നിലയിൽ പ്രവർത്തിക്കും. എന്തായാലും ഒരിക്കൽ കൂടി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരം നൽകിയ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതാലോചിച്ചിട്ടില്ല. അത് മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടർമാരുമായും അതുപോലെ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെയായിട്ട് ആലോചിച്ചിട്ട് ഞാൻ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് അടിയന്തരമായി മണ്ഡലത്തിൽ ചെയ്യേണ്ടതെന്ന് നടപ്പാക്കേണ്ടതിനെക്കുറിച്ച് അറിയിക്കുന്നതാണ്. UDFൻ്റെ വിജയം ഉറപ്പായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും മണ്ഡലം നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു അനിശ്ചിതത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലും നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. അത് ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ UDF ആ മുൻതൂക്കം മറികടന്ന് UDF ആണ് ജയിച്ചത്. ജയിച്ചപ്പോഴൊക്കെ തന്നെ 30,000, 35,000, 40,000 വോട്ടിനൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്.